ഈ മനുഷ്യന് രാജ്യത്തിന്റെ പ്രസിഡന്റിനെ കൊല്ലാനുള്ള കരാർ ലഭിച്ചു. അയാൾ തന്റെ റൈഫിൾ ഒരു കയർ ഉപയോഗിച്ച് മരത്തിൽ കെട്ടി തന്റെ സ്നൈപ്പർ റൈഫിൾ ഉപയോഗിച്ച് 250 മീറ്റർ അകലെയുള്ള ഒരു തണ്ണിമത്തന്റെ മധ്യഭാഗത്തേക്ക് ലക്ഷ്യമാക്കി. പക്ഷേ അവന്റെ ഷോട്ട് ലക്ഷ്യം തെറ്റി. അങ്ങനെ പോക്കറ്റിൽ നിന്ന് ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് സ്കോപ്പ് ക്രമീകരിച്ച് വീണ്ടും തണ്ണിമത്തന്റെ മധ്യഭാഗത്തേക്ക് ലക്ഷ്യമാക്കി. ഇത്തവണ ബുള്ളറ്റ് കൃത്യമായി ലക്ഷ്യത്തിലെത്തി. പിന്നെ പോക്കറ്റിൽ നിന്ന് ഒരു പ്രത്യേക ബുള്ളറ്റ് പുറത്തെടുത്തു. അത് തന്റെ റൈഫിളിൽ കയറ്റി മറ്റൊരു തണ്ണിമത്തനെ ലക്ഷ്യമാക്കി. അത് ഒറ്റവെടിയിൽ പൊട്ടിത്തെറിച്ചു. തോക്ക് ശ്രദ്ധാപൂർവം പരിശോധിച്ച ശേഷം കൊലയാളി രാജ്യത്തിന്റെ പ്രസിഡന്റിനെ കൊല്ലുന്ന നഗരത്തിലെത്തി. 3 ദിവസത്തിനു ശേഷം അവൻ വന്നപ്പോൾ സ്നൈപ്പർ സ്ഥാപിക്കാൻ സ്ഥലം തിരയാൻ തുടങ്ങി. അവന്റെ കണ്ണുകൾ ഹോട്ടലിന്റെ മേൽക്കൂരയിൽ പതിഞ്ഞു. അത് അനുയോജ്യമാണെന്ന് തോന്നി. ഓൾഡ് മാർക്കറ്റിൽ പോയി ഒരു സ്യൂട്ടും കുറച്ച് മെഡലുകളും വാങ്ങി. പിറ്റേന്ന് അവൻ മുടിക്ക് വെള്ള ചായം നൽകി. ഇയാൾ സ്ഥലത്തെത്തി. പ്രായമായ അംഗവൈകല്യമുള്ളയാളുടെ വേഷം ധരിച്ച് ഗാർഡ് ഇയാളോട് തിരിച്ചറിയൽ രേഖ ചോദിച്ചപ്പോൾ താൻ സൈനികനാണെന്ന് അവകാശപ്പെടുകയും വ്യാജരേഖകൾ കാണിക്കുകയും ചെയ്തു. ബാക്കി പാർട്ടിന് കമന്റ് ചെയ്യൂ.